ഹായ് നമസ്കാരം. ഞാൻ മണികണ്ഠൻ അരിപ്ര. ഞാൻ കുറച്ച് റീൽസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ റീൽസ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ. ഒരു തോർത്തുണ്ടായിരുന്നു വീരാനിക്കാക്ക് കിട്ടിയത്, കുടുംബപരമായിട്ട് കിട്ടിയ തോർത്താ. ഈ തോർത്ത് ഒരു ദിവസം വീരാനിക്ക വന്ന് നോക്കിയപ്പോ കീറിയിരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, ആരാടെ ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കുഞ്ഞപ്പൻ കീറിയാന്ന് പറഞ്ഞു. ഇത് തന്നെയാ വീരാനിക്കൻ ചോദിച്ചേ, അതാരാന്ന്. പിന്നെ അത് ചോദിച്ചിട്ട് പുള്ളി അവിടെ പ്രശ്നമായി. ഞാൻ പറഞ്ഞു, എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കീറിയാന്ന്. അപ്പൊ പുള്ളി പറയാ, ആഹാ, ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീറണമെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ? അതാണ് അറിയേണ്ടത്. അങ്ങനെ പ്രശ്നമായി. വഴക്കങ്ങളുടെ മൂത്തില്ല, എന്നെ ഇടിക്കുന്നുള്ള നിലയെത്തിയപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തോർത്ത് കൊടുത്തോണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു. അപ്പൊ സോപ്പ് കയ്യിൽ നിന്ന് വെള്ളത്തിൽ പോയി. അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ മൂട് കയറി പോയത്. എങ്ങനെയുണ്ട് ഉമ്മാപ്പ സുഖം? പൊന്നാര മോനെ മുട്ടും കാലിയേച്ച് ചവിട്ടാച്ച് വെച്ച അതില് 3 കുളുക വന്നത് എത്രച്ച വലിപ്പുണ്ടാവും. കൊല്ലി കുടുങ്ങിച്ച് കുടിച്ചാലാണ് കജ്ജണമില്ല. അതില് ഞാൻ എന്ത് കാട്ടി, പിന്നെ ലാക്കട്ടര് പറഞ്ഞപ്പോ ഇറച്ചി മീനും കൂട്ടരുതേന്നറിഞ്ഞിട്ട് ഒരു കണ്ടെത്തുമ്പോ ഞാൻ തൊട്ടിട്ടില്ല. അതില് കുഞ്ഞുമാള് വിരുന്നറിഞ്ഞു. എന്ത് തമാച്ചരടങ്ങേറ് എന്നറിഞ്ഞിക്കാണ്ട് നിങ്ങളെ രണ്ടിറച്ചി തിന്നാണീന്ന് അറിഞ്ഞിക്കാണ്ട് ആരും കണ്ടിട്ടൊന്നുമില്ല. അതിൽ ഓള് വന്നപ്പോ എന്നാ അമ്മാന്റെ കുട്ടിക്ക് പൂതിയാണെങ്കിൽ ഞാൻ 2 തിന്നാന്ന് അറിഞ്ഞാനായിട്ട് കേട്ടോ. അതില് അവിടുന്നാണ് തുടങ്ങിയതാണ് മുട്ടും കാജി എത്താൻ പറ്റി നോയിട്ട് നിക്കാൻ പറ്റ. അതിൽ ആസ്പത്രി പോയ ലാക്കാട്ടിൽ പറഞ്ഞേരം പറയുന്ന അറിഞ്ഞ കാണ്ടി അമ്മണി പറഞ്ഞു പോണ്ടാന്ന്. പക്ഷെ അതിന് ഓല് കേക്കണ്ടേ. വല്യമ്മ, നിങ്ങൾ എത്ര പ്രസവിച്ചു? ഞാൻ 10 പ്രസവിച്ചുക്കണോ. അതിലേതെങ്കിലും സിസേറിയൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല മോനെ, ഒക്കെ പോക്കരാക്കാക്കുണ്ടായതാണ്. അന്നത്തെ കാലത്ത് ഈ പ്രസവം എന്നൊന്നും പറയുന്ന വലിയൊരു കാര്യമൊന്നുമല്ല. അതിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ഞാനും നമ്മളെ പിന്നെ തൈല കല്യാണി, പിന്നെ അതുപോലെ തന്നെ പൊക്കി മാധു എല്ലാം ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് പിന്നെ മാധു പറഞ്ഞ് ഞാനും നിങ്ങൾ വർത്താനം പറഞ്ഞു കുത്തിരിക്കും, ഞാൻ 5 മിനിറ്റ് പോയിട്ട് വരട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എല്ലാം വള്ള ഇനി തോടിയാ പോന്നെ, ഞാനൊന്ന് പെറ്റിട്ട് വരട്ടെ. അന്നത്തെ കാലം അങ്ങനെയാ. മാധുവിന് അന്ന് 6 മക്കളാ. മാധവന് 6 മക്കളാണെങ്കിൽ ഈനേണ്ട നോക്കുവാനാന്ന്. അങ്ങനെ മാധു കെട്ടിയവനോട് പറയൂ, വിഷ് എന്തെന്നാ ഇത് പിള്ളേരെ കൊണ്ട് 6 മക്കൾ എന്തിനും 2 പോരേനാ. ഒരുപാട് ഇതിങ്ങനെ പറഞ്ഞ് പ്രശ്നമാക്കൂ. അങ്ങനെ മാധുവിന്റെ കെട്ടിയ പൊക്കം വന്നിട്ട് സമാധാനിപ്പിച്ചിട്ട് പിന്നെ മാധുവിന് 12 മക്കളങ്ങായിപ്പോയി. എന്ത് പറയാന്ന കേക്കണ. അവസാനത്തെ ഒരു മക്കൾ ഉണ്ടായിക്കല്ല, അത് പ്രസവത്തിൽ തന്നെ മരിച്ചു മാത് കരഞ്ഞിക്കില്ല. ആന്തെന്ന് വെച്ചാല് അഥവാ പിന്നെ പൊക്കം വന്നിട്ട് പിന്നെ സമാധാനിപ്പിച്ചാലാണ്. ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കും. ഒരിക്കലും മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവൂല്ല. തീരെ കറുത്ത കുട്ടികൾക്ക് വല്ലൊരു സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. ഒരു കുറ്റബോധമല്ലേ. ഞാൻ ഇനിയും പറയും, ഇല്ല നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഞങ്ങളുടെയൊക്കെ പ്രായമൊക്കെ നിങ്ങൾ നോക്കണമെന്ന്. വേണം അതൊക്കെ നോക്കണം. അല്ലെങ്കിൽ കാര്യം എന്താന്ന് അറിയണം. എന്തോ ആയിക്കോട്ടെ, ഇയാളെ സംസാരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലല്ല, ഇഷ്ടപ്പെടാത്ത നിങ്ങളുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ?